ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ള GTA 4 ഒരു ഗെയിം പ്ലേറ്റാണ്. അപ്പോൾ GTA 4 നമ്മളിന്ന് എത്തിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GTA 4 നമ്മളിന്ന് ഒരു ലംബോർഗിനി അടിച്ച് മാറ്റിക്കൊണ്ട് വരാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മൾ ലോസ് ആൻഡൽസിൽ നമ്മൾ കഴിഞ്ഞ സുനാമി വന്ന സമയത്ത് നമ്മൾ പോയിന്ന് പറഞ്ഞായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർ നോക്കാൻ തന്നെയായിരുന്നു. ആ കയറി നമ്മളെക്കാട്ടി മുമ്പ് ഒരുത്തൻ ലിബർട്ടി സിറ്റിയിൽ തന്നെ മേടിച്ചു. അതായിരുന്നു പ്രശ്നം. അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ആ കാറ് നമ്മൾ അതിനെക്കാട്ടും വില കൊടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടും അയാൾ തന്നില്ല. അപ്പോൾ നമ്മൾ അടിച്ചു മാറ്റാൻ പോവുകയാണ്, വേറെ വഴിയില്ല നമുക്ക്. അപ്പോൾ അവൻ്റെ കാറ് ആ ബാക്കിലുള്ള ബിൽഡിങ്ങിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിലുള്ള ബിൽഡിങ്ങിൽ ഈ ചെക്കനൊന്ന് അടിച്ചിട്ടിട്ട് പോവാം നമുക്ക്. എന്താ നീ എന്നെ അടിക്കാൻ മാത്രമായ തിരിച്ചടിക്കാം. ഇനി വേണോ അതിനെ കേട്ടി? എടാ എന്താ ഓട്ടർ നീ വെള്ളത്തിൽ ഈച്ചേടാൻ പോണോ? അടിച്ചു കുളിക്കണവൻ്റെ ഈ അടിച്ച് പൊളിച്ചവനാ നിക്കോച്ചേട്ടൻ അടിക്ക്. ഓക്കെ, നമ്മുടെ നിക്കോച്ചേട്ടൻ നമ്മൾ അവനെ അടിച്ച് തീർത്തിട്ടുണ്ട്. നിക്കോച്ചേട്ടൻ്റെ കലി പോണില്ല അങ്ങോട്ട്. ഓക്കെ, അയ്യോ പൈസ എടുക്കാൻ പോയതാ, ചമ്മിപ്പോയി. ശരി, ഞാൻ നീന്തി അക്കരെ എത്തണം. അപ്പോൾ എന്തായാലും ഒരു ബോട്ട് എടുക്കാം നമുക്ക്. ബോട്ട് എടുക്കാണ്ട് കളി നടക്കൂല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട് കുറച്ചും കൂടി സ്മൂത്തും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഒരു മോഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ബോട്ട് എടുക്കട്ടെ ആദ്യം. ബോട്ട് എവിടെ? ആ കിട്ടി ബോട്ട് കിട്ടി. അയ്യോ ഇതെന്തത്? സുനാമിനെ കണ്ട വലിയ ബോട്ടത്. അയ്യോ ആടെ മാറിപ്പോയി. അതിനെ കണ്ട ഇതെന്തത്? ബോട്ട് മാറിപ്പോയത്, വേറൊന്നുമില്ല. നോക്കട്ടെ എൻ്റെ ബോട്ട്. നമുക്ക് അതിൽ വലിയ കയറി നോക്കാം. അപ്പുറത്തെത്താൻ പറ്റും. നമുക്ക് വഴി ഉണ്ടായിരുന്നില്ല നേരത്തെ ചാടി നോക്കിയിട്ട്. അപ്പുറത്ത് കൂടെ നമുക്ക് കയറി നോക്കാം. ഇവിടെ കയറാൻ പറ്റുന്നില്ലല്ല. എന്ത് കഷ്ടം ഇത്, കയറാൻ പറ്റുന്നില്ലല്ല. ഓഫ് കയറി. നമുക്ക് ദിവനെന്താ ബോട്ട് കുറച്ച് അറ്റത്തേ അവിടെ കോണിപ്പടിയുണ്ട് ഗൈസ്. നമ്മൾ വരുന്ന കഷ്ടപ്പെട്ടിപ്പോൾ. പക്ഷെ നമ്മൾ ചമ്മിപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക അക്ഷരത്തിൽ കോണിപ്പടി ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ല. ഇപ്പം എന്തായാലും നമുക്ക് കാർ അടിച്ചു മാറ്റാൻ പോവുക. ആ കാറ് നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ്. നമുക്കെന്നെ അവിടെ എന്തായാലും പോയിട്ട് അടിച്ചു മാറ്റാൻ പോവുക. അവിടെ നിന്ന് മിക്കവാറും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ലിറ്റിൽ ജേക്കപ്പിനെയും റോമനൊക്കെ വിളിച്ചപ്പോൾ അവിടെ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ ഞാൻ, അവിടെ ഉണ്ടാവുമായിരിക്കും. ഗൈസ് അവരെ കാറില്ല ഗൈസ്. അവൻ നമ്മൾ വന്നത് അറിഞ്ഞു തോന്നുന്നു. ഏതൊരുത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ കാറ് മാറ്റി. എനിക്ക് തോന്നുന്നു അവൻ്റെ സേഫ് ഹൗസിലാണ് വെക്കണതെന്ന്. നമുക്കെന്തായാലും അല്ല, കാർ എവിടെ പോയി? ഇവിടെയാണ് പറഞ്ഞത് ലൊക്കേഷൻ അനുസരിച്ച്. കാറ് പോയി. ഇതെന്ത് പണിയാണിത്? നമുക്കെന്തായാലും ലിറ്റിൽ ജേക്കപ്പിനൊന്ന് വിളിച്ചു നോക്കാം. അവൻ ചിലപ്പോൾ പറഞ്ഞു തരുമായിരിക്കും. ലിറ്റിൽ ജേക്കപ്പിനെ വിളിച്ചാൽ അവരെവിടെയാണ് കാറെന്നൊക്കെ പറഞ്ഞു തരുമായിരിക്കും. നമ്മുടെ കാർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവനറിയായിരിക്കും. ഓക്കെ, ലിറ്റിൽ ജേക്കപ്പിന് അവൻ പറയണത് ഏകദേശം ലൊക്കേഷൻ വരണത് ചോദിച്ചു നോക്കട്ടെ. ഹലോടാ, ലൊക്കേഷന് ഇവിടെ ഇല്ലല്ലോ. കാറിൻ്റെ ലൊക്കേഷന് വേറെ ഒന്ന് അയച്ചു തന്നെ, ഇവിടെ ഇല്ല. അന്വേഷിച്ചു. ശരി എന്ന് പറഞ്ഞു. ഓക്കെ, അവൻ അയച്ചു തന്നിട്ടുണ്ടാവണം. ഓക്കെ, അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മെസ്സേജ് തന്നിട്ടുണ്ടാവണം. ഓക്കെ, അയച്ചു തന്നിട്ടുണ്ട് അവൻ. എവിടെ ആയിട്ടാണ് പറയണത്? നമ്മുടെ സേഫ് ഹൗസ് ആയിട്ടാണ്. സേഫ് ഹൗസ് നമുക്ക് കുറേ നമുക്ക് മനസ്സിലാവുള്ള. അപ്പോൾ സേഫ് ഹൗസിൻ്റെ അടുത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത്. അവിടെ പോയി നോക്കി നോക്കാം നമുക്ക്. ഇവിടെ ആയിട്ടുണ്ട് എന്നാണ് പറയണത്. നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം. ഓക്കെ, ടാക്സിയൊക്കെ ഇനി വിളിച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അതെന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ ടെലിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ നേരെ ഇതാണ് വണ്ടി. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലിറ്റിൽ ജേക്കപ്പ് പറഞ്ഞ സ്ഥലം തെറ്റായിരുന്നു. നമ്മുടെ സ്ഥലം വരണമെന്ന് എവിടെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നേരെ സേഫ് ഹൗസിൻ്റെ നേരെ ആയിട്ടായിരുന്നു. നേരത്തെ സേഫ് ഹൗസിൻ്റെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കുള്ള ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു. നമ്മുടെ വണ്ടി അതിനെക്കാട്ടി ഉള്ളിൽ നിന്നായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് വന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ പോലീസൊന്നും വന്നിട്ടില്ല. വണ്ടി അവിടെ നിർത്തിരുന്നത് ഞാൻ കാണിച്ചു തരാം.
നേരെ കാണുന്ന സ്ഥലമില്ലേ, അവിടെയായിരുന്നു വണ്ടി നിർത്തിയിരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, എവിടെ പോയിട്ട് നോക്കണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അറിയാതെ റെക്കോർഡ് ചെയ്യണത് പെട്ടെന്ന് അങ്ങനെ ബട്ടൺ അങ്ങോട്ട് മാറിപ്പോയി. അതാണ് വേറെ പ്രശ്നം പറ്റിയത്. അപ്പോൾ ഞാൻ അവിടെ പോയി എടുക്കണൊക്കെ റെക്കോർഡ് ചെയ്യുമെന്ന് വിചാരിച്ച്, പക്ഷെ റെക്കോർഡ് ആയില്ല നല്ലത്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ സേഫ് ഹൗസിലോട്ട് പോവാം. നമ്മൾ വേറൊരു സേഫ് ഹൗസ് ഉണ്ട്, നമ്മൾ അവിടെ അല്ല താമസിക്കൽ, നമ്മൾ വേറൊരു സ്ഥലത്താണ് താമസിക്കൽ. നമ്മൾ സേഫ് ഹൗസ് എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരുത്തൻ നമ്മൾ ഇടിച്ചിട്ട് ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടാകും, പോലീസും വരും. സേഫ് ഹൗസ് അതേക്ക്, അതാണ് നമ്മുടെ സേഫ് ഹൗസ്. നമുക്ക് അവിടേക്ക് എങ്ങനെ നേരെ പോകാൻ, എന്നിട്ട് അവിടെ ചെന്നിട്ട് കളറും മാറ്റാം. ചെറുതായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഇടിച്ചില്ലേ, അപ്പോൾ നമുക്ക് വണ്ടി ഇടിച്ച്, അപ്പോൾ നമുക്ക് സേഫ് ഹൗസിൽ പോവാം. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് പെയിൻറ്റ് ഷോപ്പും ഉണ്ട്. ഫസ്റ്റ് അവിടെ പോയിട്ട് പെയിൻറ്റ് ഷോപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ പെയിൻറ്റ് ഷോപ്പ് ഉണ്ട് നേരെ തന്നെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നേരെ പെയിൻറ്റ് ഷോപ്പിലേക്ക് പോവാം. ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല, പക്ഷേ എന്തായാലും റിപ്പോർട്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുതിയത് എടുക്കണം. അപ്പം നമുക്ക് ഈ ചാനലിൽ നമ്മൾ മെയിനായിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റോറി ഗെയിംസും പിന്നെ ഇങ്ങനത്തെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. GTA 4 ഞാൻ നല്ലൊരു PC ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ GTA 4 ഒക്കെ കളിക്കുന്നത്. അപ്പോൾ GTA 4 അടിപൊളി മോഡ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് നമ്മൾ കളിക്കാറൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം സുനാമി ഒക്കെ കളിച്ചായിരുന്നു. ഈ ചാനലിൽ GTA 4 കുറേ മോഡ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ GTA 4 ഗെയിം പ്ലേസ് ഒക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. വരുന്നാൽ നമുക്ക് അടിപൊളി ഗെയിംസൊക്കെ കിട്ടും. യെസ്, നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വണ്ടി ഒന്നും ഉറങ്ങി, കുഴപ്പമില്ല. അവിടെ എന്തായാലും പെയിൻറ്റ് ഷോപ്പിൽ പോകുമ്പോൾ അവർ പെയിൻറ്റ് അടിച്ച് തരും, അത് ശരിയാക്കി തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി നമുക്ക് ലാഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മോഡും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാഗ് ഫിക്സിൻ്റെ. അപ്പോൾ ഞാനതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തു, അപ്പോഴേക്ക് ശരിയായി. നോക്കട്ടെ, നമ്മൾക്കിനി നേരെ പെയിൻറ്റ് ഷോപ്പിലേക്ക് വിടാം. പിന്നെ റെക്കോർഡിങ്ങിന് ആയതുകൊണ്ട് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരോ വിളിക്കണ്ടേ, ഞാൻ കട്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ പെയിൻറ്റ് ഷോപ്പിൽ അവിടെ അടച്ചിട്ടുണ്ട്. പെയിൻറ്റ് അടിക്കേണ്ടി ഇനി പറയും. പോലീസൊന്നും വന്നിട്ടില്ല, എപ്പോൾ വരും എന്നറിയില്ല. നോക്കട്ടെ. പോലീസ് അധികം വരാൻ ചാൻസ് കുറവാണ്, അറിയില്ല. നമ്മുടെ ഫ്രണ്ട് ഭാഗം ഞളങ്ങിയതും അത് ശരിയാക്കി തന്നിട്ടുണ്ട് അവർ. നമുക്ക് സേഫ് ഹൗസിലേക്ക് പോവാം. വണ്ടി ഇപ്പോൾ പണിതെടുത്തുള്ളൂ, എപ്പോഴേക്കും വേറെ എന്താ പണിയാണ് നോക്കണേ. സേഫ് ഹൗസിൻ്റെ അവിടെ 2 വണ്ടി എടുക്കുന്നുണ്ട്. അയ്യോ, റോമൻ ഇതേ പോലീസ് വന്നു. ഇപ്പോഴാണ് വന്നത്. ഭാഗ്യം 1 സ്റ്റാർ ഉള്ളൂ, അത്ര വലിയ വാണ്ടല്ല നമ്മൾ. കുഴപ്പമില്ല, നമുക്ക് നേരെ സ്ഥലം വിടാം. ആ വണ്ടി റോമൻ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്, എങ്ങനെ തോന്നുന്നു. ഞാൻ ആ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ടില്ല. വേറെ സ്ഥലം വിടാം. ഓക്കെ, നമ്മൾ സ്ഥലം വിട്ടിട്ടുണ്ട്. പോലീസ് നമ്മളിപ്പം മറന്നിട്ടുണ്ട്. നമുക്ക് നേരെ പെയിൻ്റ് അടിച്ച് നമ്പർ പ്ലേറ്റും കൂടി ഒന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ അവന്മാർക്ക് ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണ്ട. ജസ്റ്റ് മിസ്, പോലീസ് മനസ്സിലായില്ല അവന്മാർക്ക് നമ്മളെ പൊട്ടന്മാർ. കളറ് മാറ്റിയതാണെന്ന് തോന്നുന്നു. അല്ല, ഇത് കളർ തന്നെയായിരുന്നല്ലോ നേരത്തെയും. കുഴപ്പമില്ല. നമുക്കിപ്പോൾ എന്തായാലും പെയിൻറ്റ് ഷോപ്പിൽ പോയിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കാറും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. പെയിൻറ്റ് ഷോപ്പ് ഇവിടെ പോയി അതേ അടിച്ചിട്ടുണ്ട്. ഞാൻ ആൾ മറിപ്പോയെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കണ ചേട്ടൻ ഇനി പഠിച്ചു തരുമായിരിക്കും, റിപ്പയറും കൂടി ചെയ്ത് തരും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാറൊന്ന് മോഡിഫൈ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്ക് കാറ് മോഡിഫൈ ചെയ്യാം. അപ്പോൾ കളറ് മാറ്റി. ഇപ്പോഴാണ് കളർ അടിപൊളി ചെയ്തിട്ടാ. നേരത്തെ റെഡിനെക്കാട്ടി അടിപൊളിയാണിത്. റെഡ് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലോസ് ആൻഡോസിൽ ആകെ ഒരാൾക്കുണ്ടായിരുന്ന വണ്ടിയായിരുന്നത്. നമ്മൾ നൈസായിട്ട് അടിച്ച് മാറ്റി. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളോട് നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാണ്.
അപ്പോൾ അവന് പറ്റിയില്ല. നമ്മുടെ ആൾക്കാർ വിടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിട്ട് നമുക്ക് ശീലമില്ല. നമ്മൾ തന്നെ പോയിട്ടാണ് അധികം കേസുകളൊക്കെ നമ്മൾ ചെയ്യാറ്. പിന്നെ എന്തിനാ ആൾക്കാരൊക്കെ ഇടുന്നത്. പിന്നെ 2 വണ്ടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി മാറ്റി വെക്കാം. ഓടെ വണ്ടി നമുക്ക് 2 കൂടി തള്ളിക്കൊണ്ട് പോകുക. അതാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. 2 പിന്നെ എടുത്തുകൊണ്ട് വരണ്ട. നേരെ അത് അവിടെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് വരാം. എനിക്ക് ഈ വണ്ടിയുടെ വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും നല്ല കാർ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ ഈ പാട്ട വണ്ടി. നമുക്ക് വണ്ടി എടുത്ത് നേരെ വീട്ടിൽ കിടന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യിക്കാം. അടിപൊളി ലംബോർഗിനിയാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. 2006 മോഡലാ തോന്നുന്നു. ഓക്കെ, നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. കുറേ നാളായി ഈ മുകളിൽ എന്താണെന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് മുകളിൽ പോയി നോക്കാം. ഇത്ര നാൾ താമസിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്നുമില്ല, വാതിലൊന്നും തുറക്കണില്ല. അപ്പോൾ അവിടെ അല്ല, അവിടെ ഒന്നുമില്ല, വെറുതെയാണ് അവിടെ മുകളിൽ. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടി വിയിൽ വെച്ചൊക്കെ വാർത്തയിലെങ്ങാനും വന്നിട്ടുണ്ടോയെന്ന്. ടി വി ഒന്ന് നന്നാക്കിയതാണ്, ശരിയാക്കിയതാണ്. കംപ്ലൈൻ്റ് ആയപ്പോൾ ശരിയായൊന്നറിയില്ല. സിഗ്നൽ കിട്ടണില്ല, ശരിയായിട്ടില്ല. എന്തായാലും ആളെ വിളിക്കണം, ശരിയാക്കണം ആളെ. പിന്നെ നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കി നോക്കട്ടെ, ചിലപ്പോൾ വർക്കാവണെങ്കിലോ. വർക്കാവണില്ല ഗൈസ്. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവന്മാരെ അറിഞ്ഞിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കേ നാളെ ആകുമ്പോൾ നമുക്ക് ടി വി റിപ്പയറിൻ്റെ ആളെ വിളിച്ചിട്ട് നമുക്ക് ടി വി റിപ്പയർ ചെയ്യാം. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്കിനി പോയി കിടന്നുറങ്ങാം. ഓക്കെ, കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്ഷീണങ്ങളൊക്കെ പോകും. ഇത്രയും നേരം കിടന്ന് ഓടിയതല്ലേ ഇങ്ങനെ കാർ അന്വേഷിക്കാനായിട്ട്. ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ ശരിയായിക്കോളുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻജോയ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ കുറേ GTA 4 ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ ഇടും. ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് കാണാം. ഗെയിമിംഗ് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഇവിടെ GTA 4 പല ഗെയിംസും കളിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.